വെറും 10 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയതാണ് ആ രണ്ടുപേർ. പക്ഷേ തിരികെ ഭൂമിയിലെത്താനാകാതെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണവർ. ആഴ്ചകളല്ല, 2 മാസത്തിലേറെയായി ബഹിരാകാശ നിലയത്തിലാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറും. സുനിത വില്യംസിന്റെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണിത്. 7 ബഹിരാകാശ നടത്തത്തിലൂടെ 50 മണിക്കൂർ 40 മിനിറ്റ് ചെലവഴിച്ച ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയാണവർ. ബഹിരാകാശ ചരിത്രത്തിൽ നിരവധി റെക്കോർഡുകൾ നേടിയിട്ടുമുണ്ട്. അമേരിക്കൻ നേവിയിലെ മുൻ ക്യാപ്റ്റനാണ് ബുഷ് വിൽമോർ. നേരത്തെ 178 ദിവസം അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. എന്നിട്ടും എവിടെയാണ് പിഴച്ചത്? എന്തുകൊണ്ടാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഭൂമിയിലെത്താൻ കഴിയാത്തത്? എന്തായിരുന്നു ഇവരുടെ ബഹിരാകാശ ദൗത്യം? നമുക്ക് വിശദമായി നോക്കാം. ജൂൺ 6 അന്നാണ് നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് പറന്നത്. വാണിജ്യാവശ്യങ്ങൾക്കായി സ്റ്റാർലൈനർ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചായിരുന്നു പരീക്ഷണം. ജൂൺ 14 തിരിച്ചെത്തുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു യാത്ര. എന്നാൽ പേടകത്തിന്റെ തകരാറു കാരണം മടക്കയാത്ര പലതവണ നീട്ടിവെക്കേണ്ടി വന്നു. മനുഷ്യരെ വഹിച്ചുള്ള ബോയിങ് സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണ ദൗത്യം. സാങ്കേതിക പിഴവുകളാൽ ദൗത്യം മാറ്റിവെച്ചത് 2 തവണ. പേടകം വിക്ഷേപിക്കാനിരിക്കെ അവസാന ഘട്ടത്തിൽ ഹീലിയം വാതക ചോർച്ച ദൗത്യം ദുഷ്കരമാക്കി. എന്നിട്ടും വിക്ഷേപണവുമായി അവർ മുന്നോട്ട് തന്നെ പോയി. ഹീലിയം ചോർച്ച ഗൗരവമുള്ളതല്ലെന്നും ഇത് ദൗത്യത്തെ ബാധിക്കില്ലെന്നുമായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റി. ദൗത്യത്തിനിടെ 4 വട്ടമാണ് ഹീലിയം ചോർച്ചയുണ്ടായത്. പേടകത്തിന്റെ സഞ്ചാരം സുഗമമാക്കാനും ദിശ മാറ്റാനും ഉപയോഗിക്കുന്ന ത്രസ്റ്ററുകൾക്കും തകരാറുണ്ടായി. ഈ തകരാറുകൾ പരിഹരിക്കാനാവാത്തതിനാലാണ് തിരിച്ചുവരവ് പ്രതിസന്ധിയിലായത്. അതിനിടെ ഇവരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം ഫെബ്രുവരി വരെ നീട്ടിയേക്കുമെന്നും നാസ അറിയിച്ചിട്ടുണ്ട്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിലെ മടക്കയാത്ര സുരക്ഷിതമല്ലെങ്കിൽ നാസയ്ക്ക് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂൾ ആശ്രയിക്കേണ്ടതായി വരും. എന്നാൽ ഇതിനായി 2025 ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടിയും വരും. നാസയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിന്റെ എതിരാളിയായാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം നിർമ്മിച്ചത്. വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപണ പേടകം നിർമ്മിക്കാനുള്ള നാസയുടെ പദ്ധതിയുടെ ഭാഗമായി കരാർ നൽകിയ 2 കമ്പനികളാണ് സ്പേസ് എക്സും ബോയിങ്ങും. സ്റ്റാർലൈനർ പേടകം തകരാറിലായതിനാൽ പകരം സ്പേസ് എക്സിന്റെ പേടകം ഉപയോഗിക്കുക എന്നത് ബോയിങ്ങിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാകും. ബുച്ച് വിൽമോറിനും സുനിത വില്യംസിനും അപകടമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഇരുവരുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനാൽ നാസ പരാജയമാണെന്നാണ് റിപ്പോർട്ടുകൾ. ബോയിങ് സ്റ്റാർലൈനർ പേടകം ഉപയോഗിച്ചാൽ സംഭവിക്കാവുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്. സഞ്ചാരികൾ അന്തരീക്ഷത്തിൽ കത്തിയമരാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ബഹിരാകാശ യാത്രികരുടെ ശാരീരികാവസ്ഥയും ഇപ്പോൾ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ നാഡീവ്യവസ്ഥകളെ ബാധിച്ചേക്കാമെന്നും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനാൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ കണക്കാക്കുന്നു. എന്തായാലും സുനിത വില്യംസിനെയും യൂജിൻ ബുച്ച് വിൽമോറെയും സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് നാസയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നാസ ഊർജിതമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇരുവരുടെയും സുരക്ഷിതമായ തിരിച്ചുവരവിനായി നമുക്കും കാത്തിരിക്കാം.